നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 1000-ഓളം അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഹിന്ദു മഹാസഭയെ ഭാരതത്തിൽ അങ്ങോളം ശാഖകളുള്ള ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർത്തിയെടുത്തത് സവർക്കറാണ്. ഹിന്ദു മഹാസഭ ശക്തി ആർജിച്ചതോടെ അതുവരെ ഭാരതത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കോമ്പസിഷൻ മാറുവാൻ ആരംഭിച്ചു. 1940ഓടെ സമാന ചിന്താഗതികൾ വെച്ചു പുലർത്തിയിരുന്ന ചെറുതും വലുതുമായ മറ്റു പല പ്രസ്ഥാനങ്ങളും ഹിന്ദു മഹാസഭയിൽ ലയിക്കുകയുണ്ടായി. കൽക്കട്ട കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അതുവരെ ഉണ്ടായിരുന്ന സർവാധിപത്യം അവസാനിപ്പിച്ചത് ഹിന്ദു മഹാസഭയാണ്. 40കളുടെ തുടക്കത്തോടെ ഇന്ത്യ എന്നത് കോൺഗ്രസും ലീഗും മാത്രമല്ലെന്നും ഹിന്ദു മഹാസഭ ഒഴിച്ചുകൂടാനാവാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിക്കേണ്ടി വന്നു. ഹിന്ദു മഹാസഭയെയും സവർക്കറെയും കോൺഗ്രസിനും ലീഗിനോടൊപ്പം ബ്രിട്ടീഷ് ഹൈ ടേബിളിലെ സ്ഥിര സാന്നിധ്യമാക്കുന്നതും ആ കാലയളവിലാണ്. പക്ഷേ ഈ മൂന്ന് പാർട്ടികൾക്കുമിടയിൽ നിരവധിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ഇവർക്കിടയിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാകാതെ ഭരണ കൈമാറ്റം അസാധ്യമാണ് എന്ന നിലപാടായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിൻ്റേത്. മുസ്ലിം ലീഗിന് ഇന്ത്യയെ വിഭജിക്കണം. അത് കോൺഗ്രസിനും ഹിന്ദു മഹാസഭയ്ക്കും സ്വീകാര്യമായിരുന്നില്ല. അതേപോലെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ആർമിയെ ഭാരതവൽക്കരിക്കണം, ഇന്ത്യനൈസ് ചെയ്യണം എന്ന അഭിപ്രായത്തോട് കോൺഗ്രസിന് യോജിപ്പുണ്ടായിരുന്നില്ല. എന്നാൽ സവർക്കർക്കും ഹിന്ദു മഹാസഭയ്ക്കും ബ്രിട്ടീഷ് ആർമിയെ ഇന്ത്യനൈസ് ചെയ്യണം അല്ലെങ്കിൽ ഭാരതവൽക്കരിക്കണം എന്ന അഭിപ്രായമായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് വൈസ്രോയ് തലവനായുള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിൽ കൂടിയായിരുന്നു. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി വിപുലീകരിക്കുവാൻ ഹിന്ദു മഹാസഭ ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് അതിനും എതിരായിരുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലും ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകാതെ അധികാര കൈമാറ്റ ചർച്ചകളിലേക്ക് കടക്കുവാൻ സാധ്യമല്ല എന്ന നിലപാടായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ സ്വീകരിച്ചത്. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കിടയിൽ അധികാര കൈമാറ്റ കാര്യത്തിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു തേജ് ബഹാദൂർ സപ്രു. ആദ്യകാലത്ത് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നീട് അദ്ദേഹം ലിബറൽ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. തേജ് ബഹാദൂർ സപ്രു ബോംബെയിൽ വെച്ചൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചു, എല്ലാ പാർട്ടികളെ ഉൾപ്പെടുത്തി. ആ മീറ്റിംഗിന്റെ ഉദ്ദേശം സ്വതന്ത്ര ഭാരതത്തിൽ എല്ലാ പാർട്ടികൾക്കും പ്രാതിനിധ്യമുള്ള ഒരു നാഷണൽ ഗവൺമെന്റ് ഉണ്ടാക്കുവാനുള്ള മാർഗരേഖ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. തേജ് ബഹാദൂർ സപ്രു ഇതുപോലെയുള്ള 2-3 മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചുവെങ്കിലും ആ മീറ്റിങ്ങുകളൊക്കെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുള്ള ഒരു പ്രധാന കാരണം ജിന്ന ഇതിനെയൊക്കെ സംശയദൃഷ്ടിയോടെയാണ് കണ്ടിരുന്നത്. തേജ് ബഹാദൂർ സപ്രുവിനെ തന്നെ കോൺഗ്രസിന്റെയും ഹിന്ദു മഹാസഭയുടെയും ഏജന്റായാണ് ജിന്ന ആരോപിച്ചിരുന്നത്. കോൺഗ്രസിനും സവർക്കർക്കും ഇടയിലെ അഭിപ്രായ അനൈക്യത്തിന്റെ മറ്റൊരു കാരണം 1941 നടന്ന ജനസംഖ്യ കണക്കെടുപ്പിനെ സംബന്ധിച്ചായിരുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെങ്കിൽ സെൻസസ് അത് ബോയ്ക്കോട്ട് ചെയ്യുവാനാണ് കോൺഗ്രസ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. ജനസംഖ്യാ കണക്കെടുപ്പിൽ പങ്കെടുക്കാതിരിക്കുന്നത് ആത്മഹത്യാപരമെന്നായിരുന്നു സവർക്കറുടെ നിലപാട്. കാരണം ഭാവിയിലെ പല രാഷ്ട്രീയ തീരുമാനങ്ങളും ജനസംഖ്യാനുപാതത്തിലായിരിക്കും. സവർക്കർ ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു. കാരണം വിഭജനത്തോടെ പാകിസ്ഥാന്റെ ഭാഗമായി തീർന്ന പല പ്രദേശങ്ങളും മുസ്ലിം ഭൂരിപക്ഷമാകുവാനുള്ള ഒരു പ്രധാന കാരണം കോൺഗ്രസിന്റെ ആഹ്വാനപ്രകാരം 1941 നടന്ന ജനസംഖ്യാ കണക്കെടുപ്പിൽ നിന്ന് ഭൂരിപക്ഷം ഹിന്ദുക്കളും വിട്ടുനിന്നു എന്നതുകൊണ്ടാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കുവാൻ മുന്നിട്ടിറങ്ങിയവർക്ക് കോൺഗ്രസിന്റെ ഈ നിലപാട് ശരിക്കും ശക്തി പകർന്നു. പാകിസ്ഥാൻ മാത്രമായിരുന്നില്ല ജിന്നയുടെ ആവശ്യം. ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ജിന്ന നടത്തി. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ 1941 വാർഷിക സമ്മേളനം നടന്നത് മദ്രാസിൽ വെച്ചായിരുന്നു. പെരിയാർ അടക്കമുള്ള പല ദ്രാവിഡിയൻ നേതാക്കളും ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ ദ്രാവിഡസ്ഥാൻ അഥവാ ദക്ഷിണ ഇന്ത്യയെ വിഭജിക്കണം എന്ന ആശയം ജിന്ന മുന്നോട്ട് വെച്ചു. പാകിസ്ഥാനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കുമെന്ന് ജിന്ന ഭീഷണിപ്പെടുത്തി. എന്നാൽ തമിഴ്നാട്ടിലെ മുസ്ലിം നേതൃത്വം
ജിന്നയെ പിന്തുണച്ചില്ല. അതേ തുടർന്ന് പ്രത്യേക ദ്രാവിഡസ്ഥാൻ എന്ന പെരിയാറുടെ ആശയത്തിൽ നിന്നും ജിന്ന പുറകോട്ട് പോയി. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ കോൺഗ്രസും സവർക്കറും തമ്മിലുണ്ടായിരുന്ന മറ്റൊരു അഭിപ്രായ വ്യത്യാസം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആർമിയെ ഇന്ത്യനൈസ് ചെയ്യുക എന്നത് സംബന്ധിച്ചായിരുന്നു. ഒന്നാം വട്ടമേശ സമ്മേളനത്തിലെ തീരുമാനങ്ങളിലൊന്നായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തെ ഇന്ത്യനൈസ് ചെയ്യുക അല്ലെങ്കിൽ ഭാരതവൽക്കരിക്കുക എന്നത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയതോടെ ബ്രിട്ടീഷ് സൈന്യത്തെ ഭാരതവൽക്കരിക്കുന്നതിനെ കോൺഗ്രസ് എതിർക്കുവാൻ തുടങ്ങി. ബ്രിട്ടീഷ് ആർമിയെ ഇന്ത്യനൈസ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരോടുള്ള സഹകരണമായാണ് കോൺഗ്രസ് കണ്ടത്. നേരെ മറിച്ച് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ചെലവിൽ സൈനിക പരിശീലനം ലഭിക്കുവാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായാണ് സവർക്കർ അതിനെ കണ്ടത്. സ്വതന്ത്ര ഭാരതത്തിന് ഒരു സൈന്യമേ ആവശ്യമില്ല എന്ന ആശയമായിരുന്നു മഹാത്മാഗാന്ധിയുടേത്. മഹാത്മാഗാന്ധിയുടെ ഈ അഹിംസാ നയം കൊണ്ട് സംഭവിച്ചത് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്ന അവസരത്തിൽ ബ്രിട്ടീഷ് ആർമിയിലെ 75% മുസ്ലിങ്ങളായിരുന്നു. ഗാന്ധിയൻ ആശയങ്ങളിൽ അഹിംസയിൽ വിശ്വസിച്ച ഭൂരിപക്ഷം ഹിന്ദുക്കളും സൈന്യത്തിന്റെ ഭാഗമേ ആയിരുന്നില്ല. മതത്തിന്റെ പേരിൽ രാജ്യം വിഭജിക്കുവാൻ ഒരു കൂട്ടർ മുറവിളി കൂട്ടുമ്പോൾ രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി ബ്രിട്ടീഷ് സൈന്യത്തിലെ ഈ മുസ്ലിം അനുപാതമാണെന്ന് ഒരുപക്ഷെ ആദ്യം മനസ്സിലാക്കിയത് സാവർക്കറാണ്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്ന സമയത്ത് ബ്രിട്ടീഷ് ആർമിയിൽ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 2 ലക്ഷം സൈനികരായിരുന്നു. യുദ്ധം തുടങ്ങിയതോടെ 8 ലക്ഷം പുതിയ സൈനികരെ സൈന്യത്തിൽ ചേർക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു. മാത്രവുമല്ല ഏതാണ്ട് 15,000-ഓളം ടെക്നീഷ്യന്മാരെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു. അവരിൽ പലരെയും ഇംഗ്ലണ്ടിൽ അയച്ച് ട്രെയിനിങ് കൊടുത്തു. ആർമിയിൽ ധാരാളം കമ്മീഷൻ റാങ്കിൽ അവസരങ്ങൾ തുറന്നു. വിശാഖപട്ടണത്തിലെ ഷിപ്പ്യാർഡ് രണ്ടാം ലോക മഹായുദ്ധക്കാലത്ത് തുടങ്ങിയതാണ്. കൂടാതെ ബാംഗ്ലൂരിലൊരു വിമാന നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നതിൻ്റെ പ്ലാനും ബ്രിട്ടീഷ് ഗവൺമെന്റ് തയ്യാറാക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. കോൺഗ്രസ് സഹകരിച്ചില്ലെങ്കിലും ബ്രിട്ടീഷ് ആർമിയിലേക്ക് ഹിന്ദുക്കളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനവുമായി സവർക്കറും ഹിന്ദു മഹാസഭയും മുന്നോട്ട് പോയി. അതിന്റെ ഫലമായി സംഭവിച്ചത് 1942 കാലഘട്ടമായപ്പോഴേക്കും ബ്രിട്ടീഷ് ആർമിയിലെ ഹിന്ദു അനുപാതം ഏതാണ്ട് 75% നേരെ തിരിഞ്ഞു. ഇതിന്റെ ഒരു ഗുണം നാം കാണുന്നത് 1942 ജാപ്പനീസ് സൈന്യവുമായി ചേർന്ന് സുഭാഷിന്റെ INA ഇന്ത്യൻ അതിർത്തിയിലെത്തിയപ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരായ 25,000 സൈനികർ സുഭാഷിനോടൊപ്പം ചേർന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് കാണുന്നത് ബ്രിട്ടീഷ് യജമാനന്മാർക്കെതിരെ തിരിയുന്ന ബ്രിട്ടീഷ് സൈന്യത്തെയാണ്. ബോംബെയിലും കറാച്ചിയിലും കൽക്കട്ടയിലും ഇന്ത്യക്കാരായ ബ്രിട്ടീഷ് നേവി ഉദ്യോഗസ്ഥന്മാർ അവരുടെ ബ്രിട്ടീഷ് യജമാനന്മാർക്കെതിരെ തിരിഞ്ഞു. ബോംബെയിൽ മാത്രം 78 യുദ്ധക്കപ്പലുകൾ അവർ പിടിച്ചെടുത്തു. അങ്ങനെ സ്വന്തം സൈന്യം തന്നെ തങ്ങൾക്കെതിരായി തിരിഞ്ഞതോടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുവാൻ തീരുമാനിക്കുന്നത്. ഭാരതം സ്വതന്ത്രയാകുമ്പോൾ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 1956 ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിൽ വന്നു. അന്ന് അദ്ദേഹം വെസ്റ്റ് ബംഗാൾ ഗവർണറായിരുന്ന PB ചക്രവർത്തിയുടെ ഗസ്റ്റായാണ് 2 ദിവസം കൽക്കട്ടയിൽ ചെലവഴിച്ചത്. ആറ്റ്ലിക്കും ചക്രവർത്തിക്കും ഇടയിൽ നടന്ന കോൺവെർസേഷൻ, ചർച്ച, അത് പുറത്തു വന്നിട്ടുണ്ട്. ആ ചർച്ച ചക്രവർത്തി ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിന് ആറ്റ്ലി പറയുന്ന ഉത്തരങ്ങളുമാണ്. അതിലെ 2 ചോദ്യങ്ങളും അതിന് ആറ്റ്ലി കൊടുത്ത മറുപടിയും ഇതാണ്. ചോദ്യം: 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് ശേഷം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ സമരപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുവാൻ തീരുമാനിച്ചത്? ഇതാണ് ചക്രവർത്തി ആറ്റ്ലിയോട് ചോദിച്ച ഒരു ചോദ്യം. അതിന് ആറ്റ്ലി കൊടുത്ത മറുപടി സുഭാഷ് ചന്ദ്രബോസ് എന്നാണ്. ബ്രിട്ടീഷ് സൈന്യത്തിൽ ബ്രിട്ടീഷ് രാജ്ഞിക്കെതിരെ സുഭാഷ് ഉണ്ടാക്കിയെടുത്ത വിശ്വാസക്കുറവാണ് ബ്രിട്ടീഷുകാർ
ഇന്ത്യ വിട്ടുപോകുവാനുള്ള പ്രധാന കാരണം എന്നാണ് ആറ്റ്ലി പറഞ്ഞത്. ഈ അവിശ്വാസത്തിൻ്റെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ബ്രിട്ടീഷ് രാജ്ഞിക്കെതിരെ ഉണ്ടായ അവിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാരണം സവർക്കർ ബ്രിട്ടീഷ് സൈന്യത്തിൽ നടത്തിയ ഇന്ത്യനൈസേഷനാണെന്ന് സുഭാഷ് തൻ്റെ ഒരു റേഡിയോ സന്ദേശത്തിൽ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. ചക്രവർത്തിയുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ആറ്റ്ലിയോട്: വാട്ട് വാസ് ദ എക്സ്റ്റെന്റ് ഓഫ് ഗാന്ധിസ് ഇൻഫ്ലുവൻസ് അപ്പോൺ ദ ബ്രിട്ടീഷ് ഡിസിഷൻ ടു ക്വിറ്റ് ഇന്ത്യ? ഇംഗ്ലീഷുകാർ ഇന്ത്യ വിടുവാൻ ഗാന്ധിജിയുടെ സ്വാധീനം എത്രമാത്രമായിരുന്നു? ഈ ചോദ്യം കേട്ട ആറ്റ്ലി തൻ്റെ ചുണ്ട് ഒന്ന് വളച്ചു പിടിച്ചിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, മീ നീ മെൽ, അതായത് തുലോം, തുച്ഛം. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.